ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ചെടികൾക്കൊക്കെ എന്തുവാ വളം ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഓർക്കിഡെല്ലാം എപ്പോഴും ഇങ്ങനെ പൂവായിട്ട് നിൽക്കുന്ന ഇലച്ചെടികളാണേലും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന എങ്ങനെയാണെന്നുള്ളത്. അതിന് ഒരു 5 രീതിയിലുള്ള വളം പ്രയോഗം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതിൻ്റെ പ്രൊസീജിയർ എല്ലാമാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെയും കാണണം. ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട്, എന്തുവാ ഈ ചെടിക്കൊക്കെ വളം ഇടുന്ന, ഓർക്കിഡാണേലും ഇപ്പോൾ ഒത്തിരി ഇടത്ത് പൂവില്ല, ഇവിടെ ഇങ്ങനെ പൂ വരുന്നുണ്ടല്ലോ, അതിനെന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് അതൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇട്ടാലോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, നമ്മൾ പഴത്തൊളി, നമ്മൾ വീടുകളിൽ മേടിക്കുന്ന പഴം കാണും, പഴത്തൊളിയും പിന്നെ ഉള്ളിത്തോട്, നമ്മൾ അത്യാവശ്യം കറിക്ക് പൊടിക്കുന്ന ഉള്ളിത്തോട്. അപ്പോൾ ഒരു ദിവസത്തെ അല്ല, ഇപ്പോൾ 3-4 ദിവസത്തെ നമ്മൾ ഒന്നിച്ച് വെച്ചിട്ടാണെങ്കിലും ഇപ്പോൾ അത് കൂട്ടി വെച്ചിട്ട് ഇതിനു വേണ്ടി ഒരു സ്ഥലം മാറ്റി വെച്ചാൽ മതി, ഒരു കവറിനകത്തിട്ട് വെച്ചാലും മതി. എന്നിട്ടത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ പഴത്തൊളിയെല്ലാം നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞാൽ അതിൻ്റെ മൊത്തം ഗുണവും നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അരിയുന്നത്. അങ്ങനെ ഇട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പൂച്ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ പഴത്തൊളി എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ തണ്ടും കൂടെ നമുക്കിടാം. അതിനെന്തുവാ പറയുന്നത്, അതിനകത്ത് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. ഞാനത് ഉണക്കിയൊക്കെ പൊടിച്ച് ചെടികൾക്ക് ഇടാറുണ്ടായിരുന്നു. ഇപ്പോൾ ഉണക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, അതുകൊണ്ട് നമുക്കിതെല്ലാം അരിഞ്ഞിട്ട് ഈ ഉള്ളിത്തോടും മുട്ടത്തോടും കൂടെ നല്ലപോലെ പൊടിച്ച് അതിനകത്ത് ഒരു പാത്രത്തിൽ, ഇതിനു വേണ്ടി ഞാൻ പാത്രങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിത് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന പാത്രത്തിലാണെങ്കിലും ഇത് തിളപ്പിക്കാൻ, ഇതൊന്നും അഴുക്കാകുന്ന സാധനങ്ങളല്ലല്ലോ. അപ്പം ഇതെല്ലാം നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ആദ്യം. ഇത് നമ്മൾ വൈകിട്ട് തിളപ്പിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ നമ്മൾ രാത്രി തിളപ്പിച്ച് വെക്കുമ്പം അത് തിളച്ച് രാവിലെ ആകുമ്പോൾ നല്ലപോലെ ആറിയിരിക്കും. എന്നിട്ട് അത് വൈകുന്നേരത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ചെടികൾക്ക് എപ്പോഴും വളം കൊടുക്കുന്നത് വൈകുന്നേരം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു 4 മണി 5 മണി കഴിഞ്ഞ് ആ സമയത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. രാവിലെ ഒഴിക്കരുത്. അപ്പോൾ രാത്രി ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എല്ലാ ദിവസവും വേണ്ടില്ല, നമുക്കിപ്പോൾ ഒരു 15 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇതുപോലെ ചെയ്താലും മതിയായിരിക്കും. അപ്പം നമ്മൾ ഈ പഴത്തൊലിയൊക്കെ അന്നന്നുള്ളത് ഒരു ചെറിയ കവറിനകത്തോ ഇതിനകത്തെങ്കിലും കളക്ട് ചെയ്ത് ഒരു ഇടത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇത് നിറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വെള്ളം പറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സ്റ്റേജ് ആകുമ്പോൾ നമുക്കിത് നിർത്തിയിട്ട് ഇത് അടച്ച് വയ്ക്കാം. ഇത് പിറ്റേ ദിവസം ആകുമ്പോഴേ ഞാൻ എടുക്കത്തുള്ളൂ. അത് നല്ലപോലെ ചൂടാറി അതിനകത്തിരുന്ന് തന്നെ തണുക്കട്ടെ. അപ്പോൾ അതോടെ നമുക്ക് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇന്നലെ അടച്ചു വെച്ച സാധനം പിറ്റേ ദിവസം ആകുമ്പോൾ ഞാൻ തുറന്ന് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഈ പാട ചൂടി നിൽക്കുന്നതേ ഉള്ളൂ. ഇതിനൊരു സ്മെല്ലോ ഒന്നും, ബാഡ് സ്മെല്ലൊന്നും ഇല്ല. നമ്മളിത് ഒരു പാത്രത്തിൽ അരച്ചെടുക്കാം. നമുക്ക് ചായയുടെ അരിപ്പ തന്നെ, ഒരു പഴയ അരിപ്പ നമ്മളിതിന് വേണ്ടി മാറ്റി വെച്ചാലും മതി. അപ്പം ഈ വെള്ളം നമ്മൾ ഒഴിച്ചുകൊണ്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ മടിയായിരിക്കും. അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് ഈ വെള്ളം നമ്മൾ ഇതിൻ്റെ കൂടെ 2 മടങ്ങ് കൂടെ സാധാ വെള്ളം ചേർക്കണം. ഞാനപ്പോൾ ഈ സാധനം നമുക്ക് വേസ്റ്റിൽ കളയാൻ, ചെടികളിൽ ഇട്ടാൽ നല്ലതാണ്, പക്ഷേ എലിയുടെ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അത് വേസ്റ്റിൽ കളയുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതുപോലെ 3 പാത്രം വെള്ളവും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് പൂച്ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ രണ്ടാമതെന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ പരിപ്പും അരിയും ഇത് ഗോതമ്പാണ്. ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കാണണം. ഈ ഗോതമ്പ് വെള്ളത്തിലിട്ട് ആ വെള്ളം, നമ്മൾ അരി വെള്ളത്തിലിടുന്നത്, പരിപ്പുണ്ടാക്കുന്നത്, കടല, ഇതിൻ്റെയൊക്കെ വെള്ളങ്ങൾ ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരാഴ്ചയിലൊന്നോ അല്ലെങ്കിൽ 10 ദിവസത്തിനൊന്നോ മാറി മാറി വേണം ഒഴിച്ചു കൊടുക്കാൻ. കണ്ടിന്യൂ ദിവസം ഒഴിച്ചേക്കരുത്, കേട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അധികമായ എല്ലാം അഴുക്കാകുന്നതല്ലേ. പിന്നെ നമ്മൾ പച്ചക്കറി അരിയുന്ന വെള്ളം, ഇത് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട വെള്ളമാണ്. ഇതും ഒന്നും വേസ്റ്റ് കളയരുത്. ഇതെല്ലാം നമുക്ക് ചെടിക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും സ്റ്റാർച്ചുള്ള വെള്ളമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ പച്ചക്കറി വഴുതനങ്ങ ഒക്കെ അരിഞ്ഞിടുന്ന വെള്ളമാണേലും അത് അരിയില്ലാതെ ഇത് ചെടിക്ക് ഒഴിക്കാവുന്നതാണ്. അടുത്ത നമ്മൾ 4ാമത്തെ രീതി എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ പഴത്തുള്ളിയും ഉള്ളിത്തോടും മുട്ടത്തോടുമാണ്. അത് വെച്ച് വെള്ളം തിളപ്പിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ കഷ്ടപ്പെടാൻ മേലാത്തവർക്ക് വേണ്ടി എളുപ്പമുള്ള മാർഗ്ഗമാണ്. ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു കുപ്പിക്കകത്ത്, 1 ലിറ്ററിൻ്റെ കുപ്പിക്കകത്ത് നമ്മൾ ഇതെല്ലാം ഒരേ അളവിലെടുത്തിട്ട് കുപ്പിക്കകത്തിട്ട് കുപ്പി നിറച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് അത് വയ്ക്കണം. ദിവസം രാവിലെ ഒന്ന് തുറന്ന് അതിൻ്റെ ആ സ്മെൽ മാറാൻ വേണ്ടി ഒന്ന് ആവി പുറത്ത് പോകാവുന്ന പോലെ തുറന്നിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. നമുക്ക് ചെടികൾക്ക് വേണ്ടി കടയിൽ നിന്ന് പ്രത്യേകിച്ച് വളം മേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ വളങ്ങൾ തന്നെ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും. ഇതിലൊന്നും കഷ്ടപ്പെടാൻ മേലെന്നുള്ളവർക്ക് എളുപ്പമുള്ള മാർഗം ഞാൻ അടുത്തത് ലാസ്റ്റിൽ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതേ സെയിം ഈ പഴത്തുള്ളി സെപ്പറേറ്റായിട്ട് ഉണക്കി, മുട്ടത്തോട് സെപ്പറേറ്റായിട്ട് ഉണക്കി, ഉള്ളിത്തോളിയും ഇങ്ങനെ ഉണക്കിയിട്ട് ഇതെല്ലാം ഓരോരോ പാത്രത്തിൽ പൊടിച്ച് ഞാൻ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചെടികൾ വേര് പിടിച്ച് കഴിഞ്ഞ് ഒരു ചട്ടിക്കകത്ത് മാറ്റുമ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ചാൽ നല്ലപോലെ ഗ്രോത്ത് ആകും. ഇപ്പം മഴയായതുകൊണ്ട് അത് നടക്കാത്തത് കൊണ്ടാണ് അത് വീഡിയോ ആയിട്ട് കാണിക്കാത്തത്. ഇപ്പോൾ ഇതുപോലെ ഇത് 2ാമത്തെ ദിവസം 3 ദിവസമായിട്ടുണ്ട്. ദിവസം രാവിലെ ഞാനൊന്ന് തുറന്ന് വയ്ക്കും. അതിൻ്റെ ആവി പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ അടച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഒരു കുപ്പിയിലോട്ടാക്കി ഒരു പാത്രത്തിൽ മാറ്റാം. ഈ വെള്ളം നമുക്ക് 2 മടങ്ങ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിക്കാം. ഞാൻ അത് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്പ്രേയർ കേടായിട്ടുണ്ട്. അപ്പോൾ വേറെ നോക്കിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അല്ലാതെ ഗ്ലാസ്സിലും കപ്പിലുമാണ് ഒഴിക്കുന്നത്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇവിടെ ചെടികളുള്ളതുകൊണ്ട് ഈ വക സാധനങ്ങളൊന്നും ഞാൻ വേസ്റ്റ് ആക്കാതെ ഡെയിലി എടുത്താലും എനിക്ക് യൂസാണ്. വേറെ ചെടികൾക്ക് മാറി മാറി ഓരോരോ സെക്ഷനായിട്ട് ഒഴിക്കും. കുറച്ച് ചെടിയുള്ളവർ ഇപ്പോൾ ആഴ്ചയിലൊന്നോ 10 ദിവസത്തിനൊന്നോ വല്ലതും ചെയ്ത് നോക്കിയാൽ മതി. എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങ് ആകരുത്, അത് ശ്രദ്ധിക്കണം. നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി അനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. ഒരു പഴത്തുള്ളി പോലും വേസ്റ്റ് ആക്കരുത്. ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. നമ്മൾ അരി കഴുകുന്ന വെള്ളമാണേലും ഇതൊക്കെ നമുക്ക് കഷ്ടപ്പെടേണ്ട കാര്യമേ ഇല്ലല്ലോ. ഇനി ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത്, ഇത് ഏറ്റവും എളുപ്പമാണ്, പക്ഷേ ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു തുള്ളി കൂടിപ്പോയാൽ ചെടി മൊത്തവും നശിച്ചു പോകും. ഇത് 18 എന്ന് പറയുന്നതാണ്. ഇത് ഒരു ലിറ്റർ കുപ്പിക്കകത്ത് ഞാൻ ഒരു ബോൾ മാത്രമേ ഇടത്തുള്ളൂ. ഇത് പെയർ ടൈറ്റ് കണ്ടെയ്നറായിരുന്നു. അത് അടപ്പ് പൊട്ടിയതുകൊണ്ട് വെള്ളം ബോളായിട്ടുണ്ട്. ഈ വെള്ളമാണെങ്കിൽ ഒരു ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. 1 ലിറ്ററിന് 1 ഡ്രോപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ആ കുപ്പിയിൽ തന്നെ പിന്നെയും ഇച്ചിരി വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം അത് വെച്ച് സ്പ്രേ ചെയ്യും. അപ്പോൾ നമുക്ക് നല്ലപോലെ ഗ്രോത്തായി കിട്ടും. പൂവും എപ്പോഴും കാണും. ഇത് ഒത്തിരി ഇടയ്ക്കിടയ്ക്ക് ചെയ്യരുത്. ഒത്തിരി ഒരു 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ ഒന്ന് ചെയ്താൽ മതി. അല്ലാത്ത വളങ്ങൾ നമ്മൾ എത്രയും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗാർഡൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി പ്രയോജനമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു ഗാർഡൻ വീഡിയോയുമായിട്ട് അടുത്ത ബുധനാഴ്ച കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.